PSC അംഗത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ CPM പ്രാദേശിക നേതാവിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് നേതൃത്വം. ആരോപണ വിധേയനായ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. CPM ജില്ലാ കമ്മിറ്റിയാണ് കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തത്. ജില്ലാ കമ്മിറ്റി തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. വിഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കാനായി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഭിന്നാഭിപ്രായമായിരുന്നു. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ തർക്കമുണ്ടായി. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുന്നതും. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്ന വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ ജില്ലാ കമ്മിറ്റിയിലെ മറ്റു ചില അംഗങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്നും അക്കാര്യത്തിലും കമ്മിറ്റി അഭിപ്രായം പറയണമെന്നാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയിട്ടില്ലെന്ന് ആവർത്തിച്ച് CPM നേതാവ് പ്രമോദ് കോട്ടൂളി രംഗത്ത് വന്നിരുന്നു. തന്നെ മനസ്സിലാക്കാതെയാണ് ആഡംബര ജീവിതം നയിക്കുന്നു, റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നത്. ആക്ഷേപമുയരാൻ കാരണം എന്താണെന്ന് അറിയില്ല. ചിരിക്കുന്നവർ മുഴുവൻ സുഹൃത്തുക്കളാണെന്ന് കരുതാൻ പാടില്ലെന്നും പ്രമോദ് പറഞ്ഞു. വിവാദത്തിൽ വിശദീകരണം നൽകാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. പ്രമോദിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷം പാർട്ടി നടപടികൾ വേണോ എന്ന കാര്യം തീരുമാനിക്കും. താനെന്തോ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള അമാനുഷികനായ ആളായാണ് വാർത്തകളിൽ ചിത്രീകരിക്കുന്നത്. താൻ ബന്ധപ്പെട്ട വിഷയങ്ങളും എടുത്ത വായ്പയും അടക്കം തുറന്ന കാര്യമാണ്. പലർക്കും അതറിയാം. 20 വർഷത്തോളമായി ഓണത്തിനും വിഷുവിനുമെല്ലാം തെരുവിലുള്ള ആളുകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അവരുമായി തനിക്ക് നല്ല ബന്ധമാണ്. തെരുവിൽ കഴിയുന്ന അന്തിയുറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരുടെ കൂടെ താൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രമോദ് പറഞ്ഞു. PSC അംഗത്തെ നിയമിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളാണെങ്കിൽ ഗവർണറെ തീരുമാനിക്കുന്ന ആളാണ് താനെന്നും പറയില്ലേ? ഇത്രയും കാലം നഗരത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെങ്കിൽ അയാൾക്കൊരു കടം ഉണ്ടാവാൻ പാടുണ്ടോ? ഇങ്ങനെയൊരു ആളാണെന്ന് മകന്റെ മുന്നിൽ അറിയപ്പെടാൻ ഏതെങ്കിലും അച്ഛന് ആഗ്രഹമുണ്ടാകുമോ? പാർട്ടിയാണ് ജീവിതം. തീയുണ്ടാക്കിയവർ പുകയെക്കുറിച്ച് പറയട്ടെ. താനൊരു കുറ്റവും സമ്മതിച്ചിട്ടില്ല. അങ്ങനെ കൊടുത്ത വാർത്ത തെറ്റാണ്. ജീവിതത്തിന്റെ പാതി കഴിഞ്ഞുവെന്ന് പ്രമോദ് കൂട്ടിച്ചേർത്തു. എന്തായാലും അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ തന്നെയാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കി CPM നടപടി സ്വീകരിക്കുന്നത്. അതേസമയം ഇതിനെ എതിർക്കുന്നവർ നിരവധി പേരുണ്ട്, അനുകൂലിക്കുന്നവരും നിരവധി പേരുണ്ട്.